ഹലോ ഫെലോ ട്രാവലേഴ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് DMK എയർപോർട്ടിൽ ഒരു 13 അവേഴ്സ് അല്ലെങ്കിൽ 14 അവേഴ്സ് ലേവർ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ സ്പെൻഡ് ചെയ്യാം എന്നുള്ളതാണ്. ശരിക്കുള്ള എൻ്റെ ട്രിപ്പ് വിയറ്റ്നാമിലേക്കായിരുന്നു. ബട്ട് പോകുന്ന വഴി ഒരു ബാങ്കോക്കിലെയോ അല്ലെങ്കിൽ ക്യോലാലംപൂരിലോ ഒരു ലേവർ ചിലപ്പോൾ ഉണ്ടാകാം. ഞാൻ ചൂസ് ചെയ്തത് തായ് എയർ ഏഷ്യയാണ്. ശ്രദ്ധിക്കണം, ബാങ്കോക്കിൽ തന്നെ 2 എയർപോർട്ട് ഉണ്ട്. ഒന്ന് സുവർണഭൂമി എയർപോർട്ടും പിന്നെ ഡോങ് മോങ് എയർപോർട്ടും. ഡോങ് മോങ് എയർപോർട്ടിലാണ് തായ് എയർ ഏഷ്യ പോലത്തെ ബഡ്ജറ്റ് എയർലൈൻസ് ലേവർ കൊടുക്കുക. അപ്പോൾ ഈ ഗൈഡ് ശരിക്കും ഡോങ് മോങ് എയർപോർട്ടിൽ നിന്നും ചുറ്റിപ്പറ്റിയിട്ടുണ്ടായിരിക്കും. പിന്നെ ആ ലേ ഓവർ യൂഷ്വലി 3 to 4 hours ആയിരിക്കാം. ബട്ട് ഞാൻ വിചാരിച്ചു, ഓക്കെ, ബാങ്കോക്കിലേക്ക് എത്തുകയാണ്, ഐ ക്യാൻ എക്സ്റ്റെൻഡ് ടു ദാറ്റ് വിൻഡോ ടു അറൌണ്ട് 10 hours or 13 hours. അപ്പോൾ എനിക്ക് ഒരു പകൽ ഫുള്ള് ബാങ്കോക്കിലും കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ലേ ഓവർ ചൂസ് ചെയ്തത്. 4:40 AM ഞാൻ ബാങ്കോക്ക് എത്തും. പിന്നെ 6:25 PM എൻ്റെ നെക്സ്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ വിച്ച് ഗീവ്സ് മീ അറൌണ്ട് ഒരു 13 hours and 45 minutes ഓഫ് ലേ ഓവർ. അത് ശ്രദ്ധിക്കണം, ഡേ ടൈമിലാണ് ഞാൻ എടുക്കുന്നത്. നൈറ്റ് ടൈമിൽ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടോ അല്ലെങ്കിൽ കാഴ്ചകൾ കാണാൻ പറ്റുന്ന വരത്തില്ല. അതുകൊണ്ട് ഒരു ഫുൾ ഡേ ആണ് ഞാൻ ഈ ലേ ഓവറിലേക്ക് ചൂസ് ചെയ്തത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് തായ് ഡിജിറ്റൽ അറൈവൽ കാർഡ് കൂടെ ഫില്ല് ചെയ്യണം. അത് പോകുന്നതിന് 3 ദിവസം മുന്നേ ആണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അവിടെ അക്കോമഡേഷൻ ചോദിക്കും. അവിടെ ഡോങ് മോങ് എയർപോർട്ടിൽ നിന്ന് കൊടുത്താൽ മതി, കാരണം നിങ്ങൾ വേറെ അങ്ങ് സ്റ്റേ ചെയ്യുന്നില്ല. പകൽ ടൈം മാത്രമേ ലേവർ ഉള്ളൂ, പകൽ ടൈം മാത്രമേ പുറത്ത് വരുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം, എനിക്ക് ഇവിടെ ബാങ്കോക്കിൽ മാത്രമല്ല വിയറ്റ്നാമിലും പോകണം. പിന്നെ തിരിച്ചു വരുന്ന വഴി മലേഷ്യയിലും ലേവർ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം യൂസ് ചെയ്യാൻ വേണ്ടി എനിക്കൊരു സിം കാർഡ് വേണം. അതിനുവേണ്ടി ഞാൻ ഇൻഡിവിജ്വലി ഒരു ലോക്കൽ സിം ഓരോ കൺട്രിക്കും വേണ്ടി എടുക്കാതെ ഒരു റീജിയണൽ സിം കാർഡ് എടുത്തു ഫ്രം TSIM. ഇത് ഇതുപോലത്തെ ഒരു ഏഷ്യൻ കൺട്രീസിലെല്ലാം വാലിഡ് ആണ്. ഫോർ 30 days ഞാൻ ഇത്രയും പൈസയാണ് ആവുന്നത്. കൊച്ചിയിൽ നിന്ന് അറൗണ്ട് ഒരു മിഡ് നൈറ്റ് ടൈമിലാണ് ഫ്ലൈറ്റ് കയറിയത്. അറൗണ്ട് 11:45 PM ഒക്കെ ആയി. ബാങ്കോക്ക് എത്തുന്നത് 4:40 AM ആണ്. പക്ഷേ ശരിക്കും എൻ്റെ ലോക്കൽ ടൈമിൽ അത് എപ്പോഴും 3 മണിയാവുന്നതേ ഉള്ളൂ. ഞാൻ ഡിജിറ്റൽ വാച്ച് മാറ്റിയിട്ട് എൻ്റെ അനലോഗ് വാച്ച് എടുത്തു. അപ്പോൾ ഇതിൻ്റെ കൂടെ സമയം ചേഞ്ച് ചെയ്യുന്നൊരു പരിപാടി ഉള്ളതുകൊണ്ട് അങ്ങനെ ചേഞ്ച് ചെയ്ത് തിരിച്ച് 4:30 AM ഓൾമോസ്റ്റ് ആ ടൈം ആക്കി. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഗേജ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ക്ലോക്ക് റൂം ഉണ്ട്. അറൗണ്ട് 110 ബാട്ടൊക്കെയാണ് വരുന്നത്. എനിക്ക് ക്യാരി ഉള്ള ലഗേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ലെസ് ദാൻ 7 kg. ഞാനതുകൊണ്ട് വച്ചില്ല. എന്നിട്ട് ഫസ്റ്റ് നമുക്ക് പോകേണ്ടത് SRT എന്ന റെയിൽവേ സ്റ്റേഷനാണ്. SRT ആക്ച്വലി റെയിൽവേ ലൈനാണ്. അവിടെ ഡോങ് മോങ് എയർപോർട്ടിൽ തന്നെ ഒരു ടെർമിനലുണ്ട്. അത് പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ, ഇത് എവിടെ വേണം ഇറങ്ങാനായിട്ടും 20 ബാട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ചീപ്പസ്റ്റ് ഓപ്ഷൻ കൂടെയാണ് ഈ SRT. ഇത് ഡാർക്ക് റെഡ് ഒരു ലൈനുള്ള ട്രാൻസിറ്റ് ആയിരിക്കും മാപ്പിൽ നമ്മൾ കാണുന്നത്. അങ്ങോട്ടേക്കുള്ള ആരോസ് എല്ലാം അവിടെ ഉണ്ടാവും. ആ ജസ്റ്റ് അത് ഫോളോ ചെയ്ത് പോയാൽ മാത്രം മതി. പിന്നെ മോർണിംഗ് എത്തുകയേ ഉള്ളൂ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ആ പോകുന്ന വഴിക്ക് ഞാൻ കണ്ട ഒരു സാധനമാണ് എയർപോർട്ട് സ്ട്രീറ്റ് ഫുഡ്. ഇത് ആക്ച്വലി എയർപോർട്ടിൽ നിന്ന് ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിനുള്ള ഒരു ഓവർ ബ്രിഡ്ജിലാണ് ഈ സംഭവം കാണുന്നത്. അതുകൊണ്ട് എയർപോർട്ടിന് പുറത്താണിത്. അവിടെ ചീപ്പായിട്ട് നമുക്ക് അവിടെ നിന്ന് ഫുഡ് കിട്ടും. ഇവിടെ ജസ്റ്റ് അകത്ത് കയറി നോക്കിയപ്പോൾ ഒരു സാധാരണ ക്യാൻറ്റീൻ സെറ്റപ്പ് പോലെയാണ്. ഇതേപോലെ പല സ്റ്റോൾസ് അവിടെ ഉണ്ടാവും. എന്നിട്ട് ഇവിടെ ഉണ്ടാവും അവിടെ ക്യാഷ് കാർഡ് ഒള്ളി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഇവിടെ നമുക്ക് പൈസ കൊടുത്ത് ഡയറക്റ്റ് വാങ്ങുമല്ല, ഒരു കാർഡിനകത്ത് നമ്മൾ പൈസ ഇട്ട് റീചാർജ് ചെയ്യണം. എന്നിട്ട് ആ കാർഡ് കൊടുത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് റെഡീം ചെയ്യേണ്ടത്. ഞാൻ കൂട്ടത്തിൽ കണ്ടതിൽ കുറച്ച് വെജീസ് ഒക്കെ ഇട്ട ഒരു ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നോക്കി, അവിടെ 50 ബാട്ടായിരുന്നു വരാം. പിന്നെ ഇത് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇതുണ്ടോ, ഈ ക്യാഷ്യർ അമ്മച്ചിയുണ്ട്. ഇവരുടെ അടുത്ത് പോയിട്ടാണ് നമ്മൾ പൈസ കൊടുത്ത് ആ കാർഡിലേക്ക് ചാർജ് ചെയ്യേണ്ടത്. ഇവരെ ആദ്യം കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഫസ്റ്റ് ഹിന്ദിയിലാണ് സംസാരിച്ചു തുടങ്ങിയത്. കാരണം ഇതിന് മുന്നേ കുറച്ച് നാഷണൽ ലെവൽ ട്രിപ്സ് ഒക്കെ പോയതുകൊണ്ട് ഹിന്ദിയാണ് എൻ്റെ ഫസ്റ്റ് വായുന്നത്. കൈസേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞ്, യു ചെക്ക് ദ പ്രൈസ്, യെസ്, ഓക്കെ, ഹൗ മച്ച് യു വാണ്ട് എന്ന് ചോദിച്ച് ആഡ് ചെയ്തു. അങ്ങനെ ഞാൻ പറഞ്ഞു 50. ഓക്കെ, 50 എന്ന് പറഞ്ഞു. 50 എടുത്ത് കൊടുത്തു. എൻ്റെ ശരിക്കും 1000 ബാട്ടാണ് എൻ്റെ കയ്യിൽ ഒറ്റ നോട്ടം ഉണ്ടായിരുന്നത്. ചിലരെ മാറാനൊക്കെ പറ്റുമെന്നൊക്കെ ഞാൻ ആക്ച്വലി പേടിച്ചിരിക്കുകയായിരുന്നു. കൊടുത്തു. അവർ ആക്ച്വലി 50 ലോഡ് ചെയ്തിട്ട് ബാക്കി പൈസ എമൗണ്ട് തിരിച്ചു തന്നു. ജസ്റ്റ് ഞാൻ വാങ്ങിച്ചതൊരു റൈസ് ടോപ്പിംഗ് വിത്ത് ഒരു ചിക്കനും ഉണ്ട്, കുറച്ച് വെജീസൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കേണ്ടതെന്ന് വിചാരിച്ചു. വേറെ എന്താ ഫാൻസി ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് ഇതാണ് സാധനം വാങ്ങിച്ചത്. പച്ചരി ചോറ് പോലത്തെ ഒരു ടേസ്റ്റ്, അഡ്ജസ്റ്റബിൾ, അത്രേ ഉള്ളൂ. ഇങ്ങനെ പറയാം. പിന്നെ വെജീസ് ഉണ്ടല്ലോ. അതിൻ്റെ കുറച്ച് മെനുവിൻ്റെ പ്രൈസാണ്, സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. പിന്നെ ഇതാണ് നമ്മുടെ SRTയിലേക്ക് പോകുന്ന ഒരു വഴിയാണിത്. ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഓവർ ബ്രിഡ്ജ് നേരെ പോയി താഴെത്തും. പിന്നെ ഫുൾ ആരോസ് ജസ്റ്റ് ഫോളോ ചെയ്താൽ മാത്രം മതി, നമുക്ക് അവിടെ എത്താൻ പറ്റും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അഥവാ നിങ്ങൾക്ക് മണി എക്സ്ചേഞ്ച് ചെയ്യാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സംഭവം ടെർമിനേറ്റ് ചെയ്യുന്ന അവിടുത്തെ ഹാപ്പി റിച്ച് എന്ന് പറഞ്ഞ് കറൻസി എക്സ്ചേഞ്ച് സർവീസ് ഉണ്ട്. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മച്ച് ബെറ്റർ റേറ്റ്സ് ദാൻ ദ എയർപോർട്ട് റേറ്റ്സ്. ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് മൾട്ടിപ്പിൾ ലെവൽസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു ബട്ടൺ പോലത്തെ ഒരു ടിക്കറ്റ് കിട്ടും. ഐ തിങ്ക് അറൗണ്ട് 25 ബട്ട് ആ ഒരു റേറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ടത്, 2 റൂട്ട്സ് ഉണ്ട്. ലോങ് ഡിസ്റ്റൻസ് ട്രെയിനും ഉണ്ട്, കമ്മ്യൂട്ടർ ട്രെയിനും ഉണ്ട്. ലോങ് ഡിസ്റ്റൻസിൽ കയറരുത്, നമുക്ക് പോകേണ്ടത് കമ്മ്യൂട്ടർ ട്രെയിനിലേക്കാണ്. ഈ ക്വീൻ സിരിക്കത്തിൻ്റെ ഒരു ഇത് കണ്ടു. ഞാൻ പോയത് അറൗണ്ട് September 19 ആയിരുന്നു. അതിൽ August 15-16 ടൈമിലാണ് അവരുടെ ബർത്ത്ഡേ. അപ്പോൾ അതിന് ആ ടൈമിൽ വച്ച ഡെക്കറേഷൻസ് ഒക്കെ ആണിത്. ഞാൻ പോയിൻ്റെ നെക്സ്റ്റ് മന്താണ് ഷീ പാസ്ഡ് അവേ.
തിരിച്ച് നമ്മൾ ഇതേപോലെ എക്സ്കലേറ്റർ കയറി ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ എയർപോർട്ടിൻ്റെ ഒരു നല്ലൊരു അടിപൊളി വ്യൂ കിട്ടും. ഫ്ലൈറ്റ്സ് ലാൻഡ് ചെയ്യുന്നതും പലതരം ഫുൾ എയറേഷ്യ തന്നെയാണ് അവിടെ ലാൻഡ് ചെയ്യുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ട്രെയിൻ വന്നിരിക്കുകയാണ്. ഒരു സാധാരണ നമ്മുടെ മെട്രോ പോലത്തെ ട്രെയിൻ തന്നെയാണ്. അതിനകത്ത് കയറിയതിന് ശേഷം കങ്തപ്പ് എന്ന ടെർമിനലിൽ ഇറങ്ങിയിട്ട് നമ്മൾ നടന്നെടുത്ത് പോകേണ്ടത് കണക്ട് ചെയ്ത് തന്നെ മെട്രോ ടെർമിനലിലേക്കാണ്. ഇത്ര നേരം നമ്മൾ വന്നത് SRT ട്രെയിൻ ട്രാൻസിറ്റ് ആ ലൈനിലാണ്, റെഡ് കളറായിരുന്നു. ഇനി നമ്മളത് മാറി ബ്ലൂ കളറിലേക്ക് മാറും. MRT എന്ന് പറയും, മെട്രോ റെയിൽ ട്രാൻസിറ്റ് ആണത്. അവിടെ ചെന്നിട്ട് നമ്മൾ എടുക്കേണ്ട ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ സനംചാൽ. 2 റൂട്ടുണ്ട് ശരിക്കും നമ്മുടെ ഈ സനംചാലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയും പോവാം, ഇങ്ങനെയും പോവാം. പിന്നെ ഒരു ലൂപ്പ് പോലെയാണ് ആ ബ്ലൂ മെട്രോ ലൈൻ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ചോദിക്കാം നമുക്ക് എവിടെയാണ് പോകേണ്ടത്, ഏത് പ്ലാറ്റ്ഫോമാണ് പോകേണ്ടത്, ജസ്റ്റ് ചോദിച്ച് മനസ്സിലാക്കുന്നത് നല്ലത്. എനിക്ക് ചോദിച്ച് മനസ്സിലാക്കിയതുകൊണ്ടാണ് എനിക്ക് ഇവിടെ പോകേണ്ടത് മനസ്സിലാക്കാൻ പറ്റിയത്. അങ്ങനെ പോയി സാധാരണ നമ്മുടെ അണ്ടർഗ്രൗണ്ട് മെട്രോ ഉള്ളു, സബ്വേ മെട്രോ, അതേപോലത്തെ ഒരു സെയിം സെറ്റപ്പ് തന്നെയാണ്. ഫസ്റ്റ് എൻ്റെ ബാങ്കോക്കിലെ എൻ്റെ ഒരു വ്യൂ ഇതാണ്. ഇവിടെ ഇറങ്ങി ഇതൊക്കെ ശരിക്കും ഓരോ ടെമ്പിൾസ് ആണ്. ടെമ്പിൾസ് നല്ല അടിപൊളി സിറ്റി ലൈൻസ്. അവിടെ നടന്ന് ഇങ്ങനെ പോയി. ആൻഡ് പാലസ് എന്നാണ് ശരിക്കും അവിടുത്തെ മെയിൻ അട്രാക്ഷൻ്റെ പേര്. അത് അവിടുത്തെ റൂളേഴ്സ് ഒക്കെ താമസിക്കുന്ന ഒരു കോമ്പൗണ്ടാണ്, പാലസ് ആണ്. സ്റ്റിൽ ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്, ബട്ട് ഇറ്റ്സ് ഓൾസോ ടൂറിസ്റ്റ് സ്പോട്ട്. പിന്നെ ഇവിടെ ഈ ഓട്ടോ ഉണ്ട്. ഈ ഓട്ടോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈലൻസ് എക്സോസ്റ്റർ ഒരു നമ്മുടെ ഇവിടുത്തെ ബുള്ളറ്റ് GT 650 ഒക്കെ ആ സെയിം സൗണ്ടിലാണ് ഈ ഓട്ടോസൊക്കെ പോകുന്നത്. അതൊക്കെ ഫാസിനേറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇവിടെ ഓൾസോ ഫെറിയും ഉണ്ട്. ഞാൻ വരുന്നതിന് തൊട്ട് തലേ ദിവസം കൊണ്ട് ഫുൾ മഴയായിരുന്നു, അതുകൊണ്ട് വെള്ളം എല്ലാം ഫുള്ള് കലങ്ങി കിടക്കുകയാണ്. ആ കാണുന്നത് വാട്ട് അരുൺ എന്ന് പറഞ്ഞൊരു ഫേമസ് ടെമ്പിളാണ്. അത് ശരിക്കും ഒരു ഹിന്ദു ആണ്. അരുൺ എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു ഗോഡാണ്. അപ്പോൾ ഇന്ത്യയുടെ ഒരു ഡോമിനൻസ് നമുക്ക് ബാങ്കോക്കിൽ കാണാൻ പറ്റും. വാട്ട് മീൻസ് ടെമ്പിൾ. അവിടുത്തെ ആ പോയിന്റ് എത്തിയതിനു ശേഷം ഞാൻ അവിടെ പോയ സ്ട്രീറ്റ്സുകളാണ്. ഈ സ്ട്രീറ്റ്സ് പോയപ്പോഴത്തേക്ക് എനിക്ക് അവിടെ നല്ലൊരു സ്മെല്ലടിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് തായ്ലൻഡിലെ മറ്റേ ഒരു ഹെർബലുണ്ട്, തായ് ഹെർബ് ഇൻഹേലർ, അതിൻ്റെ ഒരു സ്മെല്ലാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ച ആകെയുള്ള ഒരു പർച്ചേസ് എന്ന് പറഞ്ഞാൽ ആ സാധനം മാത്രമാണ്. അറൗണ്ട് 30 ബാട്ടിൽ എനിക്ക് കിട്ടിയത്. ഇത് ആ ഗ്രാൻഡ് പാലസിൻ്റെ ഫ്രണ്ടിലുള്ള കുറച്ച് ഏരിയാസ് ആണ്, ഒരു ഗ്രൗണ്ട് പോലത്തെ ഏരിയാസ് ആണ്. വി ക്യാൻ സീ ദറ്റ് അവിടുത്തെ നേവി ബിൽഡിങ്സും അവിടുത്തെ മിലിറ്ററിയുടെ കുറച്ച് ഹെഡ് ക്വാർട്ടേഴ്സ് കൈൻഡ് ഓഫ് സെറ്റപ്പ് ഒക്കെയാണ് എനിക്ക് കാണുന്നത്. ഈ കാണുന്നത് ഗ്രാൻഡ് പാലസിൻ്റെ ഒരു സൈഡ് വ്യൂ തന്നെയാണ്. പിന്നെ ഞാൻ ചുറ്റും നടന്നു, അകത്ത് ഞാൻ കയറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ കുറച്ച് ടൈം മാത്രമേ ഇവിടെ ഉള്ളൂ. നന്നായിട്ട് കാണാൻ കുറേ സമയം വേണ്ടി വരും. ഡീറ്റെയിൽ ആയിട്ട് ബാങ്കോക്കിലേക്ക് വരുന്നുണ്ട്, അന്നേരം അത് ഫുള്ള് കവർ ചെയ്യും. അതുകൊണ്ട് ജസ്റ്റ് ഇപ്പോൾ ഫോർ ദ സേക്ക് ഓഫ് വിസിറ്റിംഗ് ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ വേണ്ടി മാത്രം, ആ ഒരു കൾച്ചർ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കുറച്ച് സമയം ഞാൻ സ്പെൻഡ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഓപ്പോസിറ്റുള്ള ഈ പാർക്ക്, ഇറ്റ് ഇസ് ഓൾസോ എ വെരി ഗുഡ് പ്ലേസ്. ഏർലി മോർണിംഗ് ആയതുകൊണ്ട് നല്ലൊരു ഫ്രഷ് ആയിരുന്നു. ആൾക്കാരൊക്കെ നടക്കാനൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് നടക്കാൻ വന്നത് എനിക്ക് 2 ലേഡീസിനെ പിടിച്ച് നിർത്തി എൻ്റെ ഒരു ഫോട്ടോ എടുപ്പിച്ചു. അവിടെ നല്ലൊരു ഇതാണ്, ഒരു എംബാം ചെയ്ത് വെച്ച ഒരു സ്കൾപ്ചർ പോലെ എനിക്ക് തോന്നി. ഇറ്റ്സ് മൂവിങ്. ഒരു ഫോട്ടോ വെറും ഫോട്ടോ മാത്രമല്ല, ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ഒരു എക്സിബിഷൻ പോലത്തെ ഒരു എക്സ്പോ പോലത്തെ സെറ്റപ്പ് ചെയ്ത് വെച്ചു. സ്മോക്കും എല്ലാം വരുന്നുണ്ട്, കൗതുകമായിട്ട് തോന്നി. അങ്ങനെ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബാക്കിൽ കാണുന്നതും ആക്ച്വലി ഒരു ടെമ്പിൾ തന്നെയാണ്. അവിടെ എനിക്ക് 300 ബട്ടോ അങ്ങനെ എന്തോ ആയിരുന്നു റേറ്റ്. വാട്ട് മംഗളകരം അങ്ങനെ എന്തോ ആയിരുന്നു അതിൻ്റെ പേര്. അവിടെ ഒന്നും കയറിയില്ല, ജസ്റ്റ് വാച്ച് നടന്ന് പോയതേ ഉള്ളൂ. ജസ്റ്റ് ആ ഇത് കിട്ടാൻ വേണ്ടി മാത്രം. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയ സ്ഥലമാണ് ഒരു രജനി പയർ എന്ന് പറഞ്ഞൊരു സ്ഥലം കിട്ടി. അതായത് അവിടുത്തെ വാട്ടർ ഫെറി ട്രാൻസ്പോർട്ട് വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാനൊരു രജനീകാന്ത് ഫാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രജനി പയർന്ന് കിട്ടിയപ്പോൾ ഓക്കെ ഒന്ന് പോയി നോക്കിയാലോ എന്ന് വിചാരിച്ചാൽ നേരെ അങ്ങോട്ട് പോയി. ജസ്റ്റ് ഇത് ആ പയറിലേക്ക് പോകുന്ന യാത്രയാണ്. അവിടെ നിന്നുള്ള വ്യൂ പോയിന്റ്സ് ഒക്കെയാണ് ഈ കാണുന്നത്. ജസ്റ്റ് ഒരു പിന്നെ ഫുൾ കലങ്ങി തെളിഞ്ഞ് കിടക്കുന്ന വെള്ളമാണ്. അതുകൊണ്ട് ഒരു കാണാനൊരു ഭംഗി കുറവുണ്ടെന്നേ ഉള്ളൂ. എങ്കിലും സ്റ്റിൽ എന്തായാലും ഇവിടെ വന്നതല്ലേ, എനിക്ക് ആ വാട്ടർ ട്രാൻസ്പോർട്ടും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് തോന്നി. അതും കൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ കയറി എനിക്ക് അറൗണ്ട് 30 ബാട്ടാണ് ഈ വാട്ടർ. ഒറ്റ സ്റ്റോപ്പേ ഉള്ളൂ, എന്നിട്ട് സ്റ്റിൽ 30 ബാട്ടാണ് അതിൻ്റെ റേറ്റ്. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിൽക്കുന്ന ആളെ പറഞ്ഞു വരുമ്പോൾ വിളിക്കാം. ഇത് പറഞ്ഞ് ചെറിയ ടിക്കറ്റ് തന്നു കയ്യിൽ. ഇത് കാണുന്നത് ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ഫെറീസ് ആണ്. അതായത് നിങ്ങൾക്ക് ഒരു ഫുൾ ഡേ നിങ്ങൾക്കൊരു 150 ബട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ സ്ഥലത്തും ഇറങ്ങി അടുത്ത വണ്ടി കയറി അങ്ങനെ ഫുള്ള് കാണാൻ പറ്റും. ഒരു സിറ്റി ടൂർ കാണാൻ പറ്റും. ഞാനടുത്ത് സാധാരണ ഒരു ഫെറി ട്രാൻസ്പോർട്ടാണ്. അത് 30 ബാട്ടാണ്. ഒരു 1 ടിക്കറ്റാണത്. നമ്മുടെ വണ്ടി വന്നു. പിന്നെ ഈ ബോട്ടിൻ്റെ റൂട്ടെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അവിടുത്തെ ഫ്ലാഗിൻ്റെ കളർ വെച്ചിട്ടാണ്. ഞാൻ എടുത്തത് ബ്ലൂ കളർ ഫ്ലാഗ് ബോട്ടാണ്. എൻ്റെ അടുത്ത സ്റ്റോപ്പ് രച്ചമോങ് അതാണ്. ആ രച്ചമോങ്ങിൽ പോകുന്നത് അവിടെ ഈ ചൈന ടൗൺ ആ ഏരിയാസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ തന്നെ വലിയൊരു ടെമ്പിളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ബോട്ട് ഞാൻ ഇറങ്ങിയ ബോട്ടാണ്. ആ ബോട്ട് പോയി. ഇത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ രച്ചമോങ്ങിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത ഞാൻ ചൈന ടൗണിലേക്ക് പോകുന്ന സ്ട്രീറ്റ്സ് ആണ് ഈ കാണുന്നത്. നമ്മുടെ കൊച്ചിയിലെ ബ്രോഡ്വേയുടെ ആ ഒരു സെയിം വൈബ് തന്നെയാണ് എനിക്ക് കിട്ടിയത്.
അങ്ങനെ നടന്ന് പിന്നെ ഈ കാണുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഗോൾഡ് സ്മിത്ത്, അതായത് ജ്വല്ലറി ഷോപ്പാണ്. നിങ്ങൾക്ക് വളരെ ഏറ്റവും നല്ല ബെസ്റ്റ് റേറ്റിൽ കറൻസി എക്സ്ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ജ്വല്ലറി ഷോപ്പിലാണ് നിങ്ങൾ കയറേണ്ടത്. ഇത് ചൈന ടൗൺ ആണ്. ചൈന ടൗണിലേക്ക് എത്തിയപ്പോഴത്തേക്ക് കംപ്ലീറ്റ് വേർഡിങ്സും റൈറ്റിങ്സും എല്ലാം മാറി, കംപ്ലീറ്റ് ഒരു ചൈനീസ് ഫീലായി. ഈവൻ ബിൽഡിങ്സും ബസാസും എല്ലാം ലെറ്റേഴ്സ് ഒക്കെ മാറി. അപ്പോൾ അതൊരു കൗതുക കാഴ്ചയായിരുന്നു. പിന്നെ അവിടുത്തെ ഈവൻ ആൾക്കാരും ചൈനീസ് ലുക്കിംഗ് ആയിരുന്നു. അങ്ങനെ പോയപ്പോഴത്തേക്ക് കുറച്ച് സൗണ്ട് കേട്ടു. അത് അവിടുത്തെ ഒരു ജാപ്പനീസ് ടെമ്പിളാണ്. ആ ടെമ്പിളിനകത്തേക്ക് ഞാൻ ജസ്റ്റ് കയറി. എന്തായാലും ഓപ്പൺ ആണെന്ന് മനസ്സിലായി, ഫോട്ടോഗ്രാഫി എടുക്കാൻ പറ്റും. എങ്കിൽ ജസ്റ്റ് ഒരു പേടിയോടെ ഞാൻ കുറച്ചൊന്നകത്ത് കയറി. നല്ലൊരു മ്യൂസിക് പോലെ സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ടെമ്പിളിന്റെ പേര് വാട്ട് മാങ്കോൺ കമലാവത് എന്നാണ്. അതൊരു ചൈനീസ് ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. ഇത് വാട്ട് മാങ്കോൺ എന്ന് പറയുന്ന മെട്രോഡാണ്, ബ്ലൂ മെട്രോ. ആ ടെമ്പിളിന്റെ തൊട്ടടുത്തുള്ള സ്പോട്ടിൽ തന്നെയാണ്. അതുകൊണ്ട് തിരിച്ച് ഇതിന് താഴെ ഒരു 7-11 ഒക്കെ ഉണ്ട്, വേണമെങ്കിൽ കയറി ഫുഡ് കഴിക്കാം. ഉച്ചയായിരുന്നു, ഞാൻ അവിടെ നിന്ന് ഫുഡ് കഴിച്ചില്ല. ഞാൻ ആ മെട്രോയിൽ കയറി സുഖുംവിത്ത് എന്ന് പറഞ്ഞ മെട്രോയിൽ ഇറങ്ങി. അറൗണ്ട് 23 മിനിറ്റ്സ് എടുക്കും. 32 ബാട്ടാണ് പ്രൈസ്. അത് ശരിക്കും ഒരു പോഷ് ഏരിയ ആണ്. ഉച്ചയായിരുന്നു, വിശക്കുന്നു. എന്തായാലും ഒരുപാട് പൈസ കൊടുത്ത് കയറണമെന്ന് ഞാൻ വിചാരിച്ചു. ലോക്കൽ ഫുഡ് ട്രൈ ചെയ്യാം. അങ്ങനെ ഞാൻ ജസ്റ്റ് മാപ്പിൽ സെർച്ച് ചെയ്തപ്പോൾ അടുത്ത ഗ്രേറ്റ് ഷാങ്ഹായ് എന്നും പറഞ്ഞ അടിപൊളി റിവ്യൂസ് ഒക്കെ ഉള്ള ഒരു ഒതന്റിക് ചൈനീസ് റെസ്റ്റോറൻറ്റ് ഞാൻ കണ്ടു. പക്ഷെ അവിടെ 17 മിനിറ്റ്സ് വാക്കുണ്ട്, ബാഗ് വെച്ചോണ്ട് പോകാനായിട്ട് വയ്യ, ഞാൻ ലഗേജ് കൊടുത്തില്ല. അതുകൊണ്ട് അവിടെ നിന്ന് ഒരു ലോക്കൽ ട്രെയിൻ കിട്ടി. എൻ്റെ തൊട്ടടുത്ത സ്റ്റോപ്പിലേക്ക് ഇറങ്ങണം. ഫ്രോങ് എന്ന സ്റ്റേഷനിലേക്കാണ് എനിക്ക് ഇറങ്ങേണ്ടത്. ആ ടെർമിനിലേക്ക് ഇറങ്ങേണ്ട കാർഡാണിത്. അത് 17 ബാട്ടായിരുന്നു വില. ജസ്റ്റ് ഒരു 5 മിനിറ്റ് ട്രെയിൻ യാത്ര മാത്രമേ ഉള്ളൂ. അവിടെ ഇറങ്ങി ഗ്രേറ്റ് ഷാങ്ഹായിൽ എത്തിയപ്പോഴത്തേക്ക് അവിടുത്തെ മെനു എന്ന് പറഞ്ഞാൽ ചോദിച്ചപ്പോൾ ഇതേപോലെ ഒരു ബുക്ക് എടുത്ത് തന്നു. അത് ഏറ്റവും ഒതന്റിക് ആയിട്ട് പറഞ്ഞത് നോർത്തേൺ സ്റ്റൈലിൻ്റെ കറിയുടെ നൂഡിൽസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ ഞാൻ ഓർഡർ ചെയ്തു. 60 ബാട്ടാണ് അതിൻ്റെ വില. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവരുമ്പോൾ ഫുഡിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്താണ് ഓർഡർ ചെയ്തത് അതിൻ്റെ വിലയിലുള്ള ഒരു കാർഡ് കൂടെ കൊണ്ടുവരും. ഇപ്പോൾ കണ്ടോ, ഈ ഫുഡിന് ഇവിടെ 60 ബാട്ടിൻ്റെ കാർഡ് കൊണ്ടുവരും. തിരിച്ച് നമ്മൾ പേ ചെയ്യുന്നത് ഈ കാർഡ് കൊടുത്തിട്ടാണ്. ഓക്കെ, അങ്ങനെ കൊടുത്തിറങ്ങി വീണ്ടും ഞാൻ തിരിച്ച് അവിടെ നിന്ന് ആ സെയിം ടെർമിനൽ തന്നെ ഫ്രോങ്ങിൽ തിരിച്ച് വീണ്ടും സുഖുംവിത്തിലേക്ക് വന്നു. സുഖുംവിത്തിലേക്ക് വന്നിട്ട് നമ്മുടെ ടെർമിനൽ 21 അത് അവിടുത്തെ ഏറ്റവും ഒരു കിടില മോളാണ്, ഏറ്റവും ഫേമസ് മോളാണെന്നാണ് തോന്നുന്നത്. അങ്ങനത്തെ ആ മോളിലേക്ക് എനിക്ക് കയറി. ഈ മോളിൻ്റെ പ്രത്യേകത, ഇതിനകത്ത് ഓരോ ഫ്ലോർസിലും സിറ്റീസിൻ്റെ പേരിലാണ് കിടക്കുന്നത്. ഒരു ഫ്ലോറിൽ ലണ്ടൻ ആണ് ഇതേപോലെ, പിന്നെ ഒന്ന് പാരീസ് ആയിരിക്കാം, പിന്നെ തായ്ലൻഡ് ഉണ്ട്, വിയറ്റ്നാമീസ് ഉണ്ട്. അങ്ങനെ ഓരോ ഫ്ലോർസും ഓരോ ലെവലിലാണ് കിടക്കുന്നത്. ഇപ്പം ടൈം എല്ലാം തീരാറായിരുന്നു. പിന്നെ എനിക്ക് തിരിച്ച് എന്തായാലും എത്തണമല്ലോ. 3 മണിക്കൂർ മുന്നേ എങ്കിലും എയർപോർട്ട് എത്താൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നേരത്തെ ഇറങ്ങി. തിരിച്ച് ഇവിടെ നിന്ന് ഈ ടെർമിനൽ 21 തന്നെ, അവിടെ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് എവിടെ എത്താം, ബാങ് സുയി. നമ്മൾ പോയ ക്രങ് തപ്പ്, ആ ഫസ്റ്റ് ഇറങ്ങിയ സ്പോട്ട് ഉണ്ടല്ലോ, അവിടേക്ക് തിരിച്ച് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട്. അതിൽ നമ്മുടെ ലുലുവിൽ ഡയറക്റ്റ് മെട്രോ ആക്സസ് ഉള്ളതുപോലെ തന്നെ ടെർമിനൽ 21 ഡയറക്റ്റ് മെട്രോ ആക്സസ് ഉണ്ട്. നേരെ ബാങ് സുയിലേക്ക് പോവുക. ബാങ് സുയിൽ നിന്ന് തിരിച്ച് വീണ്ടും ആ പഴയ ട്രെയിൻ തന്നെ എടുക്കുക. ട്രെയിൻ തന്നെ എടുത്ത് തിരിച്ച് നമുക്ക് നമ്മുടെ ഡോങ് നൂങ് എയർപോർട്ടിലേക്ക് ഇറക്കാം. പിന്നെ വരുന്ന വഴിക്ക് ഞാൻ ഈ സാധനം കൂടെ കൊണ്ടുപോയി. എയർപോർട്ടിനകത്താണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു സാധനം. ഞാൻ കുറച്ച് നേരം അതോടെ നോക്കി നിന്നു. ഞാൻ ആക്ച്വലി 3 hour ബഫർ ടൈം ആയിട്ടാണ് വന്നത്. അതായത് എങ്ങനെ ഇനി ഇമിഗ്രേഷൻ ക്യൂ കൂടുതലുണ്ടെങ്കിലോ വെയിറ്റിംഗ് ടൈം കൂടുതലുണ്ടെങ്കിലോ സെക്യൂരിറ്റി കൂടുതലുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. ബട്ട് ശരിക്കും എല്ലാം കൂടെ ഇമിഗ്രേഷനും സെക്യൂരിറ്റി എല്ലാം കൂടെ ഒരു 20 മിനിറ്റ്സ് കൊണ്ട് തന്നെ കഴിഞ്ഞു. 3 hours എനിക്ക് വെറുതെ എയർപോർട്ടിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു 13 hours ലേ ഓവർ ഗൈഡ്. അപ്പോൾ ഇതൊരു 10 hours ലേ ഓവർ ഗൈഡായിട്ടും നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഇതിൽ പല സ്പോട്ടുകൾ ഞാൻ പോയിട്ടില്ല. തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ പിന്നെ പോയിട്ടില്ല. പിന്നെ ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ്സ് രാവിലെ നാട്ടിൽ ഓപ്പൺ അല്ല, അതുകൊണ്ട് എനിക്ക് അതിനെ എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഇനി അപ്പോൾ അടുത്ത എപ്പിസോഡ് നമുക്ക് വിയറ്റ്നാം വെച്ച് കാണാം. ബൈ.